നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആര് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ധൂർത്ത് തുടരുക തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ ശൈലിയാണ്. ആർക്കെന്ത് ചെയ്യാനാകും? ധൂർത്തടിക്കുന്നത് നിങ്ങളുടെ നികുതി പണമാകും. പക്ഷേ ധൂർത്തിന് കാരണങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് കാരണമുണ്ടാക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ധൂർത്ത് ചെയ്താലും വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. എന്തായാലും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ധൂർത്തുമായി ടൂറിസം വകുപ്പ് എത്തിയിട്ടുണ്ട്. ദുബായിലെയും ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യം നൽകാൻ മാത്രം 3 കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ സമൂഹ മാധ്യമ പ്രചരണത്തിനായി 1-2 2.5 കോടി അനുവദിച്ചിട്ടുണ്ട്. വെറും 4 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രചാരണ വീഡിയോകൾ തയ്യാറാക്കാൻ നൽകിയിരിക്കുന്നത് 39 ലക്ഷം രൂപയാണ്. ഒരാഴ്ചയ്ക്കിടെ ആകെ 10 കോടിയോളം രൂപയാണ് ടൂറിസം വകുപ്പിന് അനുവദിച്ചത്. എന്തായാലും മരുമകൻ സഹാവിനെ തൃപ്തിപ്പെടുത്താനായാണ് ഈ കോടികളൊക്കെ അനുവദിച്ചത്. എന്നിട്ടും സഹാവിന് അമ്മാവനോടുള്ള വിണക്കം തീർന്നിട്ടില്ലെന്നാണ് കരക്കമ്പി. ഇനി ഈ പ്രീതിപ്പെടുത്തി കൊടുത്ത കോടികൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പ്രയോജനം? അതിന് പുറത്തു പറഞ്ഞാൽ പൊല്ലാപ്പാകുമോ എന്ന് ഭയന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉത്തരമില്ല, കഴുതകളായിരിക്കുകയാണ്. ഇനി മുഖ്യനും മരുമകനുമെതിരെ വാ തുറന്നിട്ട് എന്തിനാ കണ്ട പുലിവാലൊക്കെ പിടിക്കുന്നത്? എന്തായാലും ഈ കോടി പൊളിക്കുന്നതിന് മുഖ്യമന്ത്രിയും സംഘവും നടത്തുന്ന വിദേശ പര്യടനത്തിന് മുന്നോടിയായുള്ള PR മാമാങ്കം എന്നും റിപ്പോർട്ടുകളുണ്ട്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആഘോഷം പൊടിപൊടിക്കുന്നതിനിടെയാണ് കടലിനക്കരെയുള്ള പരസ്യവും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷേമ പദ്ധതികൾ സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കാരുണ്യ അവസാനിച്ച മട്ടാണ് ഏതാണ്ട്. അവശ്യ മരുന്നുകൾ വാങ്ങാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നൽകുവാനും സർക്കാരിന് പണമില്ല. ഫണ്ടില്ലാത്തതിനാൽ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. ക്ഷേമ പെൻഷന് വേണ്ടി എന്ന പേരിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് 2 വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ദേശീയപാത വിഷയത്തിൽ ആകെ പെട്ടിരിക്കുകയാണ് റിയാസ് ഏട്ടനെങ്കിലും ഞാൻ പെട്ടിട്ടൊന്നുമില്ല എന്ന് ഉറക്കെ പറയുകയാണ്. എൻ്റെ റീലുകൾ എടുക്കും. ഇനി റീലില്ലാതെ എന്ത് റിയാസ് എന്നാണ് ചോദ്യം.